ഹായ് ഗൈസ്, ഇന്ന് നമ്മൾ ടവൽ യൂസ് ചെയ്ത് ഒരു റാബിറ്റിന് ഉണ്ടാക്കാൻ പോവാണ്. അതിനായിട്ട് സ്ക്വയർ ആയിട്ടുള്ളൊരു ടവൽ എടുക്കുക. എന്നിട്ട് ഇതിൻ്റെ താഴത്തെ കോർണറിൽ നിന്ന് മുകളിലത്തെ കോർണറിൻ്റെ തൊട്ടടുത്തേക്ക് ഇതുപോലെ കൊണ്ടുവയ്ക്കുക. എന്നിട്ട് ഇത് ഓരോന്നും ഇതേ രീതിയിൽ ഇങ്ങനെ ചേർത്ത് പിടിക്കുക. ഇത് രണ്ടും ഇതുപോലെ പിടിച്ച് ഒന്നിൻ്റെ തൊട്ടടുത്തായിട്ട് ഒന്ന് വെച്ച് ഇത് രണ്ടും കൂടി ചേർത്ത് നമുക്ക് റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കാം. നല്ല ടൈറ്റ് ചെയ്ത് റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുക. ഇത് നമ്മുടെ റാബിറ്റിൻ്റെ ചെവിയാട്ടോ. ഇനി ഇതുപോലെ താഴെ നിന്ന് ഇങ്ങനെ മുകളിലേക്ക് മടക്കി മടക്കി കൊണ്ടുവരാം. എന്നിട്ട് നമ്മൾ മുമ്പ് റബ്ബർ ബാൻഡ് ഇട്ടില്ലേ, അവിടെ എത്തിക്കഴിയുമ്പോൾ ഇതുപോലെ ബാക്കിലേക്ക് പിടിച്ച് ബാക്കിലും നമ്മളൊരു റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ റബ്ബർ ബാൻഡ് ഇടുന്നത് നമ്മുടെ റാബിറ്റിൻ്റെ കഴുത്താണ്. ഈ ഭാഗത്തായിട്ട് നല്ല ടൈറ്റ് ചെയ്ത് റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ ഇങ്ങനെയാണുള്ളത്. ഇനി ഇത് തിരിച്ച് പിടിച്ച് ഇതിൻ്റെ താഴ്ഭാഗം ഇതുപോലെ ഒന്ന് മടക്കി ഈ റാബിറ്റിൻ്റെ കഴുത്തിലേക്ക് ഇങ്ങനെ മടക്കി വയ്ക്കാം. രണ്ടെണ്ണം ഇതേ രീതിയിൽ തന്നെ ചെയ്തെടുക്കുക. അതിനുശേഷം ഇത് ചേർത്ത് പിടിച്ച് കഴുത്തിലായിട്ട് നമ്മൾ റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കാൻ പോവാണ്. ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കൂടുതൽ നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ പിന്നെ പുറത്തേക്ക് എടുത്ത് കാണില്ലല്ലോ. ഇനി ഇതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഇതുപോലെ നടുക്കിന്ന് നമ്മൾ ഫോൾഡ് ചെയ്തതിൻ്റെ ഒരു ഭാഗം ഉള്ളിൽ നിന്ന് ഇതുപോലെ വലിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ റാബിറ്റിൻ്റെ ചെറിയ വാലും ആയിട്ടുണ്ട്. ഇനി നമുക്കിതിന് കണ്ണും വായും എല്ലാം ഒട്ടിച്ചു കൊടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ബ്ലാക്ക് കളർ പേപ്പറിൽ വരച്ച് കട്ട് ചെയ്തെടുത്തതാണ്. നമുക്ക് വൈറ്റ് കളർ പേപ്പറിൽ ബ്ലാക്ക് കളർ സ്കെച്ച് പെൻ യൂസ് ചെയ്തിട്ട് അങ്ങനെ കളർ ചെയ്ത് പിന്നെ കട്ട് ചെയ്തെടുത്താലും മതി. ഇത് ഞാൻ പേപ്പർ തിന്നായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ്. ഇങ്ങനെ 3 എണ്ണം ചേർത്ത് വെച്ച് ഒട്ടിച്ചു കൊടുത്ത് ഇതിൻ്റെ മൂക്കിൻ്റെ ഭാഗത്തായിട്ട് വെച്ച് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അതേപോലെ ബ്ലാക്ക് കളർ പേപ്പറിൽ ഇങ്ങനെ വരച്ച് കട്ട് ചെയ്ത് അതും ഇതിൻ്റെ മുകളിലായിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ്. നമ്മളുടെ റാബിറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ പറയണം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്ത് പറയുക. പിന്നെ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ബെല്ല് മറക്കാണ്ട് ക്ലിക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ആയിട്ട് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ ഞാനിന്ന് പോവാണ്, വേറെ വീഡിയോ ആയിട്ട് വരാം.